ഇന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ അംബിലിക്കൽ കോഡിൻ്റെ കെയറാണ്. ഒരു ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച സമയത്ത് ഒരു പാരൻ്റ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അംബിലിക്കൽ കോഡ് എങ്ങനെ കെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അംബിലിക്കൽ കോഡിൽ എന്തൊക്കെയാണ് കെയർ ചെയ്യേണ്ടത്, ഒരു അംബിലിക്കൽ കോഡ് എപ്പോൾ പൊഴിഞ്ഞു പോകും, അംബിലിക്കൽ കോഡ് വീണതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കണ്ടീഷനിലാണ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവേണ്ട അംബിലിക്കൽ കോഡിൽ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നൊക്കെയാണ്. അപ്പം ആദ്യം അംബിലിക്കൽ കോഡ് ജനിച്ച ആദ്യത്തെ 1-2 ദിവസം നിങ്ങൾ എന്താണ് നോക്കേണ്ടത്. അന്ന് ഈ അംബിലിക്കൽ കോഡിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടാവും, അംബിലിക്കൽ കോഡ് ക്ലാമ്പ് ഉണ്ടാവും. അപ്പോൾ ആ അംബിലിക്കൽ കോഡിൻ്റെ അറ്റത്ത് നിന്നും ബ്ലീഡിങ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തലാണ് ആദ്യത്തെ 2 ദിവസം നിങ്ങൾ തീർച്ചയായും നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾ പ്രധാനമായും ആ അംബിലിക്കൽ കോഡ് വീഴുന്നത് വരെ, അത് താഴെ കൊഴിഞ്ഞു പോകുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം അംബിലിക്കൽ കോഡ് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതിൻ്റെ അറ്റത്ത് അഴുക്കൊന്നും പെടാതെ ഡ്രൈ ആയി സൂക്ഷിക്കുക. അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്രത്യേക സ്പിരിറ്റോ അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിടത്ത് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ഈ അംബിലിക്കൽ കോഡ് അമിതമായി എപ്പോഴും സ്പിരിറ്റൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നത് ഈ അംബിലിക്കൽ കോഡ് പൊഴിഞ്ഞു പോകുന്നത് ഡിലേ ആക്കും എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഒരു ചെറിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ വേണം അത് ശരിക്കും അവിടുന്ന് പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന് സ്പിരിറ്റൊക്കെ വെച്ച് തേച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഒരു കാര്യമാണ്, എപ്പോഴും ഈ അംബിലിക്കൽ കോഡ് ഒരു ഡയപ്പർ ഇടുന്ന സമയത്ത് ഡയപ്പറിൻ്റെ പുറത്തായിരിക്കണം. അത് നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പൊക്കിൾ കൊടി കൊഴിഞ്ഞ് പോകുന്നത് വരെ എപ്പോഴും അത് ഡയപ്പറിൻ്റെ അകത്തല്ല, കുഞ്ഞിൻ്റെ ഡയപ്പറിൻ്റെ പുറത്താണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഡയപ്പറിൻ്റെ അകത്ത് മലവും മൂത്രമൊക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഈ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി തട്ടിക്കഴിഞ്ഞാൽ അവിടെ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് അംബിലിക്കൽ കോഡ് കെയറുമായി ബന്ധപ്പെട്ട് അംബിലിക്കൽ കോഡ് വീണ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എന്നാണ് ഈ അംബിലിക്കൽ കോഡ് വീണ് പോവുക, കൊഴിഞ്ഞു പോകുക? അത് ഓരോ കുട്ടികളിലും വ്യത്യസ്തമാണ്. ചില കുട്ടികളിൽ ഒരാഴ്ച തൊട്ട് 3 ആഴ്ച വരെ സമയമെടുക്കും. ഇതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അത് കൊഴിഞ്ഞു പോവാം. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടും കൊഴിയാത്തതാണ് നമ്മൾ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടത് എന്നാണ് മിക്ക റെഫറൻസുകളിലും പറയുന്ന കാര്യം. അപ്പം ഇനി അങ്ങനെ 3 ആഴ്ച അല്ലെങ്കിൽ ഈ ആദ്യത്തെ 1-2 ആഴ്ചയിൽ അത് കൊഴിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ പാരൻസും ചോദിക്കുന്നതാണ്, അങ്ങനെ കൊഴിഞ്ഞു പോയതിന് ശേഷം അവിടെ വല്ലതും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ടോ? അവിടെ ഒന്നും നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പൗഡർ പണ്ടൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ പൗഡറൊക്കെ കൊടുക്കുമായിരുന്നു, പക്ഷെ അതൊന്നും വേണ്ട എന്ന് തന്നെയാണ് റെക്കമെൻഡേഷൻസ് ഉള്ളത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അംബിലിക്കൽ കോഡ് അവിടെ നിന്ന് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള സെറം പോലത്തെ വെള്ളം പുറത്തോട്ട് വരിക, അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ രീതിയിലുള്ള ഒരു സെക്രീഷൻസ് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറെ കാണിക്കേണ്ടതും? അവിടുന്ന് നല്ല രീതിയിലുള്ള ബ്ലീഡിങ് പോലെ വരിക, അല്ലെങ്കിൽ മൂത്രം പോലത്തെ വല്ല വസ്തുക്കൾ പുറത്തോട്ട് വരിക, നല്ല രീതിയിൽ ചലം വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ അംബിലിക്കൽ കോഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അസുഖങ്ങളാണ്. ഒന്ന്, ഈ അംബിലിക്കൽ കോഡിന് ചുറ്റും ചുവന്ന കളറ് വരിക. ഇതുപോലെ അംബിലിക്കൽ കോഡ് സെപ്സിസ് എന്നൊക്കെ, ആ ഒരു സെപ്സിസ് എന്നുള്ള കണ്ടീഷനിലോട്ട് പോകുന്ന ഒരു കണ്ടീഷനാണത്. രണ്ടാമത്തത്, അംബിലിക്കൽ കോഡിന് നല്ല രീതിയിൽ പഴുപ്പ് വളരെ കൂടുതലായിട്ട് വരിക. മൂന്നാമത്തെ കാര്യം, ഈ അംബിലിക്കൽ കോഡിന് ഒരു മാംസം പോലത്തെ സാധനം പുറത്തോട്ട് വരിക. അതിനെ നമ്മൾ അംബിലിക്കൽ ഗ്രാനുലോമ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ നിങ്ങളൊരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയി പീഡിയാട്രിഷ്യൻ്റെ സഹായം തേടേണ്ട കണ്ടീഷൻസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അംബിലിക്കൽ കോഡിൻ്റെ കെയർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. പാരൻറ്റിങ്ങിൻ്റെ ഈ ഒരു പാരൻറ്റിങ് ജേണിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത് അത് ഓരോ പ്ലേലിസ്റ്റായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പാരൻസിലോട്ട് സജസ്റ്റ് ചെയ്യാം.